ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുന്ന പമ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിൽ, അതായത് ഭിത്തിയോട് ചേർത്ത് സാഡിലടിച്ച് ചെയ്യുന്നതും ഭിത്തിയിൽ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ചെയ്യുന്നതും രണ്ടും തമ്മിലുള്ള സ്പേസിലിട്ട് ചെയ്യുന്നതും തമ്മിൽ രണ്ട് വ്യത്യാസമാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കണ്ട ഒരു സ്പേസ് സാഡിലിട്ടിട്ട് ഓൾറെഡി അതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളും വെച്ചതിന് ശേഷം ആങ്കറിൻ്റെ നീളത്തിലുള്ള ബോൾട്ട് വെച്ചതിന് ശേഷം ലെങ്ത്ത് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്തിരിക്കുക. അപ്പോൾ ഭിത്തിയോട് ഒട്ടും ചേർന്നിരിക്കില്ല. ഓൾറെഡി ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് നമുക്ക് ഓൾറെഡി കിട്ടും. അതായത് ഭിത്തിയിൽ നിന്നും 2 ഇഞ്ച് ഗ്യാപ്പ് നമുക്ക് മാറി കിട്ടും. അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന സാഡിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് മെയിൻ വാട്ടർ ലൈൻ വന്നിരിക്കുന്നതാണ്. ടാങ്കിൽ നിന്നും ഡയറക്റ്റ് ഇറങ്ങിയത് 2 ഇഞ്ച്, പിന്നെ 1 ഇഞ്ച് കാണിക്കുന്നുണ്ട്. പിന്നെ ഡ്രൈനേജ് വാട്ടർ 4 ഇഞ്ച്, പിന്നെ നമ്മൾ ലെവൽ കൺട്രോളിന് വേണ്ടിയിട്ട് അറേഞ്ച് ഇടുന്നുണ്ട്. പിന്നെ ഇത് മെയിനായിട്ട് വരുന്നത് വേസ്റ്റ് ലൈൻ, ബാത്റൂമിൻ്റെ മുകളിൽ നിന്നുള്ള ബാത്റൂമിൽ നിന്ന് വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്. ഇത്രയും പൈപ്പുകൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ആ ലെവൽ കാര്യങ്ങൾ കണ്ടോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. നീറ്റായിട്ട് നമുക്ക് ഇറക്കാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭിത്തിയിൽ നിന്ന് ഗ്യാപ്പ് നമുക്ക് മാക്സിമം കിട്ടും. അപ്പോൾ ഫിറ്റിങ്സ് അത്രയും നമുക്ക് കുറയ്ക്കാം. കാരണം താഴെ വന്ന് കഴിയുന്ന സമയത്ത് നമ്മുടെ ഫ്ലോറിൻ്റെ അല്ലെങ്കിൽ ഭിത്തിയുടെ ഒരു അരക്കെട്ട് എന്നുള്ള രീതിയിലുണ്ടാവും, അത് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ആ രീതിയിൽ തന്നെ വേറെ നമ്മൾ പണ്ട് ചെയ്തിരുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. അതായത് സാഡിലടിച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് 4 ഇഞ്ച് വന്നിട്ടുണ്ട്, പിന്നെ 2 ഇഞ്ച് വന്നിട്ടുണ്ട്, പിന്നെ മുകളിലൊക്കെയുള്ള ബാത്റൂമിൻ്റെ 1 ഇഞ്ച് പൈപ്പ് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സാഡിലടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാഡിലടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3/4 ഇഞ്ച് പൈപ്പ് വരുന്നുണ്ട്, 1 ഇഞ്ച് പൈപ്പ് വരുന്നുണ്ട്, 2 ഇഞ്ച് പൈപ്പ് വരുന്നുണ്ട്, 4 ഇഞ്ച് പൈപ്പ് വരുന്നുണ്ട്. ഡ്രൈനേജിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന രീതിയിൽ അടുത്തൊരു പ്ലംബിങ്ങിൻ്റെ ഒരു രീതി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് സിങ്കിലേക്ക് കയറിയിരിക്കുന്നു, ഏറ് പോകുന്ന രീതിയിൽ, മാക്സിമം ഏറ് പോകുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ 2 ടാപ്പിന് വേണ്ടി സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ സെൻറ്ററിൽ ഒരു ഡോർ ടീ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ ഏറ് റിലീസ് ആവാൻ വേണ്ടിയിട്ടും നമ്മൾ എയർ കൗൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സിങ്കിൽ ഭയങ്കരമായിട്ട് സ്മെല്ല് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഈ രീതിയിൽ നമ്മൾ തന്നെ ബാത്റൂമിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒട്ടും സ്മെല്ല് തന്നെ വീടിൻ്റെ അകത്തേക്ക് കയറി വരില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കേണ്ട ഈ ബാത്റൂമിലും ചെയ്തിരിക്കുന്ന രീതി അങ്ങനെ തന്നെയാണ്. ഈ ഗ്യാപ്പ് ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ട നീറ്റായിരിക്കും മറ്റ് ഫിറ്റിങ്സ്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യങ്ങൾ പറയാം, ഫിറ്റിങ്സ് മാക്സിമം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതായത് നമ്മുടെ ഡ്രൈനേജിൻ്റെ ഒക്കെ ബ്ലോക്ക് കാര്യങ്ങൾ ഇല്ലാത്ത രീതിയിൽ മാക്സിമം ഉണ്ട്. ആ ഏരിയയിൽ വരുമ്പോൾ മുകളിൽ നിന്ന് പൈപ്പ് വന്നിരിക്കുന്ന അതേ ലെവലിൽ തന്നെ ഒരിട്ട ഫിറ്റിങ്സ് പോലും ഇല്ലാതെ ഡയറക്റ്റായിട്ട് താഴേക്ക് ഇറങ്ങി പോകാനും നമുക്ക് ഉപകാരപ്രദമാണ്. കുറച്ച് വർക്ക് കൂടുതലാണെങ്കിലും കുറച്ചുകൂടി സേഫ്റ്റി ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ പെർഫെക്ഷനായിട്ട് ഇരിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.